the High Court. 44. Imprisonment for life in criminal law means life imprisonment till the death of convict. Sir. യെസ്, കഴിഞ്ഞോ? കഴിഞ്ഞു പോ. കഴിഞ്ഞു സാർ. യെസ്, നോക്കൂ, ഞാൻ വായിക്കുന്ന കേൾക്കാമോ? സർ കേൾക്കുന്നുണ്ട്. യെസ്. In which case the prosecution witness was prosecuted for perjury. എന്തുവാ perjury? കള്ളസാക്ഷ്യം. കേട്ടില്ല. ഈ കള്ളസാക്ഷ്യം അല്ല, സാക്ഷി കൂറുമാറുക, അല്ലെങ്കിൽ കള്ളസാക്ഷി പറയുക. ശരിയാ, കള്ളസാക്ഷി പറയുക എന്ന് പറഞ്ഞാലും ശരിയാ. അതാ ജെസിക്ക ലാൽ കേസ്. എന്ത് കേസ്? ജെസിക്ക ലാൽ കേസ്. ലാൽസ് കേസ്. അപ്പോ പെർജറിക്ക് പ്രോസിക്യൂഷൻ വിറ്റ്നസിനെ പ്രോസിക്യൂട്ട് ചെയ്യാം. അപ്പോ കള്ളസാക്ഷി പറയാനൊന്നും പോകരുത് കേട്ടോ. അടുത്തത്, in which case it was held that section 164 of CRPC required to be strictly complied. എന്തുവാ 164? എന്താ മക്കളെ 164 എന്ന് പറഞ്ഞാല്? സൈഡിൽ എഴുതി വെച്ചോ. 164 സാർ ഒന്നുകൂടി പറയോ? 164 പറയാണ്. 164 എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ഒരാളുടെ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മക്കളെ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ? കുറ്റം സമ്മതിക്കൽ അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 164 എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? അപ്പോ ഇൻ വിച്ച് കേസ്, ഏത് കേസിലാണ്? ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് സെക്ഷൻ 164 ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഈസ് required to be strictly complied with. ബാബു ഭായി ദേശായി പർമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ബാബി ഭായി ദേശഹായി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? പർമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 2007 എന്ന കേസിലാണ് പറഞ്ഞത്. അത് എലാബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. 164 പ്രകാരം എന്ത് ചെയ്യണം? റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതും കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതും കൃത്യമായി എന്ത് ചെയ്യണം? പാലിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ച് തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എഴുതിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. 164 സ്റ്റേറ്റ്മെൻറ്റ്. Any magistrate of judicial magistrate may, whether not to he is in the jurisdiction of the case, record any confession or statement made him in the course of the investigation under this chapter or under any other law for the time being in force or any time afterwards before the commencement of the trial. അപ്പോൾ ട്രയലിന് മുമ്പ് ഏതെങ്കിലും സമയത്ത്
ആ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ അല്ലാത്ത മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യാം, കൺഫെഷൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. തൽക്കാലം അത്രയും പഠിച്ചാൽ മതി. അത് ഒത്തിരി ഉണ്ട് കേട്ടോ. 164 ഇത്തിരി കൂടുതലുണ്ട്. അതിൻ്റെ 164 സബ് ക്ലോസ് 1 ഉണ്ട്, സബ് ക്ലോസ് 2 ഉണ്ട്, സബ് ക്ലോസ് 3 ഉണ്ട്, സബ് ക്ലോസ് 4 ഉണ്ട്, സബ് ക്ലോസ് 5 ഉണ്ട് കേട്ടോ. പിന്നെ 164 തന്നെ എ ഉണ്ട്, എ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ഓഫ് റേപ്പ് വിക്ടീമിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി എലാബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതൊന്നും തൽക്കാലം നമുക്ക് വേണ്ട. 164 CRPC എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺഫെഷൻ ആണ്. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അടുത്തത്, ഇൻ വിച്ച് കേസ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ഹൈക്കോർട്ട് കനോട്ട് ഡയറക്ട്ലി എന്റർടൈൻ ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് പോട്ട. എന്തുവാ പോട്ട? എന്താ മക്കളെ പോട്ട? പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആക്ട്. പോട്ട, പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആക്ട് കേട്ടോ. ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യും? ആ ആക്ട് എന്ത് ചെയ്യണം? ഹൈക്കോടതി അതിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഡയറക്റ്റായി കേൾക്കാൻ പാടില്ല. അക്യൂസ്ഡ് വിത്തൗട്ട് ഇറ്റ്സ് റെഫ്യൂസൽ ബൈ സ്പെഷ്യൽ കോർട്ട്. അതിന് സ്പെഷ്യൽ കോടതി റെഫ്യൂസ് ചെയ്താൽ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് സലീം ബായി അബ്ദുൽ ഗാഫർ ഷെയ്ഖ് 2003 യിലാണ് ഈ കേസ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? യെസ്, അത് മനസ്സിലായോ? പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആക്ട് ആണത് കേട്ടോ. യെസ് യെസ് യെസ്. ഇതൊക്കെ ചോദ്യം എങ്ങനെയാ സാർ വരുന്നത്? അപ്പോ ഇങ്ങനെ വരും. ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഹെൽഡ് ഹൈക്കോർട്ട് കനോട്ട് ഡയറക്ട്ലി എന്റർടൈൻ പോട്ട അക്യൂസ്ഡ് വിത്ത് സ്പെഷ്യൽ കോർട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് സലീം ബായി അബ്ദുൽ ജാഫർ ഖാൻ എന്നായിരിക്കും അതിൻ്റെ ആൻസർ. 2003 അല്ലെ 3 കാണത്തില്ല. തിരിച്ചു ചോദിക്കും, വാട്ട് ഈസ് ദ ഡിക്റ്റം ഇൻ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് സലീം ബായി അബ്ദുൽ ഗാഫർ ഖാൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനൊരു ക്ലാസ്സിലാണല്ലോ. യെസ് യെസ് യെസ്, ഞാൻ 1 മണിക്കൂർ കഴിയുമേ. അപ്പോൾ അങ്ങനെ വാട്ട് ഈസ് ദ ഡിക്റ്റം ഇൻ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് സലീം ബായി അബ്ദുൽ ഗാഫർ ഖാൻ എന്ന ഷെയ്ഖ് എന്നാണെങ്കിൽ എന്ത് പറയും? ദ ഹൈക്കോർട്ട് കനോട്ട് ഡയറക്ട്ലി എന്റർടൈൻ ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് പോട്ട അക്യൂസ്ഡ് വിത്തൗട്ട് ഇറ്റ്സ് റിഫ്യൂസൽ ബൈ സ്പെഷ്യൽ കോർട്ട് എന്നായിരിക്കും എൻ്റെ ആൻസർ. ക്വസ്റ്റ്യനും ആൻസറും തിരിഞ്ഞും മറിഞ്ഞും വരാം. മോളെ, ഞാൻ പറഞ്ഞ കേട്ടുപോ? കേട്ടു സാർ. യെസ്. അടുത്തത് അഖിലേക്ക് മനസ്സിലായോ? സർ മനസ്സിലാവുന്നുണ്ട്. യെസ്. ഇൻ വിച്ച് കേസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് എ പേഴ്സൺ ഹാസ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ 161 സബ് ക്ലോസ് 2 of CRPC against the question the answer of which would have a tendency of criminal charge. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? 161 എന്ന് പറഞ്ഞാൽ എന്താണ്? 161 സ്റ്റേറ്റ്മെൻറ്റ്. 161 നിങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ മനസ്സിലാകത്തില്ലേ. 161 സ്റ്റേറ്റ്മെൻറ്റ് അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. നിങ്ങളൊന്ന് ചെറുതായി ഒന്ന് മനസ്സിലാക്കണം, എങ്കിലേ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. 161 സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ?
എവിടെങ്കിലും കേട്ട പരിചയമുണ്ടോ? എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ് 161 എവിടെയെങ്കിലും എഴുതി പോയി. 161 എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ്. സാക്ഷികളെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയാണ് 161 എന്ന് പറയുന്നത്. ഓക്കെ, 161 സബ് ക്ലോസ് 2 ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. 161 സബ് ക്ലോസ് 2 ശ്രദ്ധിക്കൂ. സച്ച് പേഴ്സൺ ഷാൽ ബൗണ്ട് ടു ആൻസർ ട്രൂലി. പോലീസുകാരൻ ഒരാളെ ഇൻ്ററോഗേറ്റ് ചെയ്യുമ്പോൾ സച്ച് പേഴ്സൺ, സച്ച് വിറ്റ്നസ് ഈസ് ബൗണ്ട് ടു ആൻസർ ട്രൂലി ഓൾ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു സച്ച് കേസസ്. ഏത് കേസിനെ കുറിച്ചാണോ ചോദ്യം ചെയ്യുന്നത് അതിനെ കൃത്യമായി ട്രൂലി സത്യസന്ധമായി ആൻസർ ചെയ്യാൻ ആര് വിധേയനാണ്? വിറ്റ്നസ് വിധേയനാണ്. മക്കളെ നിങ്ങളുണ്ടോ? ലൈനിലുണ്ടോ? അതൊന്നും കൂടി പറഞ്ഞു. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ് 161. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. എന്ത് ചെയ്യും? സാക്ഷികളെ പോലീസുകാരൻ ചോദ്യം ചെയ്യുന്നതിനെയാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ് എന്ന് പറയുന്നത്, അല്ലേ? അതിൽ 161 ക്ലോസ് 1 ഉണ്ട്, 2, 3. ഓക്കെ, പിന്നീട് 4, ഓക്കെ, 5, 6 അങ്ങനെ ഒത്തിരി സബ് ക്ലോസുകളുണ്ട്. 1, 2, 3 ഉണ്ട്. 5, 6 ഒന്നുമില്ല കേട്ടോ. 1, 2, 3 ഉണ്ട്. അതിൽ രണ്ടാമത്തെ പറയുന്നത് എന്താണ്? സച്ച് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? വിറ്റ്നസ്. ഷാൽ ബി ബൗണ്ട് ടു ആൻസർ ട്രൂലി. സത്യസന്ധമായ ആൻസർ പറയണം. പിന്നെന്ത് ചെയ്യണം? ട്രൂലി. പിന്നെ ഓൾ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു സച്ച് കേസസ്. ഏത് കേസിനാണോ അദ്ദേഹത്തിനെ എന്തിനു വിളിച്ചിട്ടുള്ളത്, ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്, അതിലെ എല്ലാ ക്വസ്റ്റ്യനും അയാൾ സത്യസന്ധമായിട്ട് ആൻസർ പറയണം. പിന്നെന്താ പറഞ്ഞേ? അതർ ദാൻ ക്വസ്റ്റ്യൻ ആൻസർ ടു വിച്ച് വുഡ് ഹാവ് ബീൻ ടെൻഡൻസി ടു എക്സ്പോസ് ഹിം ടു ക്രിമിനൽ ചാർജ് ഓഫ് പെനാലിറ്റി ആൻഡ് ഫോർ ഫീച്ചർ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ ചാർജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് അയാൾ ആൻസർ ചെയ്യേണ്ടതില്ല. അയാൾ വിറ്റ്നസ് ആണല്ലോ, അയാൾ അക്യൂസ്ഡ് അല്ല. വിറ്റ്നസ് ആയതുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അയാൾ അക്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ പറയേണ്ടതില്ല, അതിൻ്റെ മറുപടി അയാൾ പറയേണ്ടതില്ല. അയാൾക്ക് മൗനം പാലിക്കാം. I am a witness, so I am not bound to answer such and such questions. മനസ്സിലായോ? പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിക്കുന്നത് കൊണ്ട് അവർ ചോദിക്കാത്തതിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞു പോകും. മനസ്സിലായോ? ഇപ്പൊ ചോദിക്കാത്തതിൻ്റെ മറുപടി പറയുവാണെങ്കിൽ അവർ തിരിച്ചു ചോദിക്കും, ചോദിക്കാതെ തന്നെ ഒത്തിരി മറുപടികൾ പറഞ്ഞല്ലോ, അതെന്താ എന്ന് ചോദിക്കും. അത് നന്ദിനി സത്പതി വേഴ്സസ് PL ഡാനി എന്ന് പറയുന്ന കേസിൽ 1978 അങ്ങനെ ആര് പറഞ്ഞത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. മനസ്സിലായോ? നന്ദിനി സത്പതി വേഴ്സസ് PL ഡാനി. പിടി കിട്ടിയോ? നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ, എന്താണാവൂ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കണ്ടേ മക്കളെ? ഇൻ ഇന്ത്യ റെക്കണിംഗ് ഡേറ്റ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് ജുവനൈൽ ഈസ്. ജുവനൈൽ എന്ന് പറഞ്ഞ് ഒരാളുടെ പ്രായം റെക്കണ് ചെയ്യുന്നത് ഏത് സമയത്തെ പ്രായമാണ് പരിഗണിക്കുന്നത്? ഡേറ്റ് ഓഫ് ഒഫൻസ്.
ഒഫൻസ് ചെയ്ത സമയത്ത് അയാളുടെ പ്രായം എത്രയാണോ അത് നോക്കിയിട്ടാണ് എന്ത് പറയുന്നത്, അയാൾ ജുവനയിലാണോ എന്ന് നോക്കുന്നത്. ജുവനയിൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 18 വയസ്സിന് താഴെയല്ലേ? താഴെ. ഇപ്പൊ 18 വയസ്സിന് താഴെയൊക്കെ ആകുമ്പോഴത്തേനും ഓരോരുത്തർ അച്ഛനും അമ്മയൊക്കെ ആവും. എന്നിട്ടും പറയുകയാണ് ജുവനയില. അതെ അല്ലേ? ആ എന്തെങ്കിലും ക്രിമിനൽ കേസ് ചെയ്യുവാണെങ്കിൽ ജുവനയിലാണ്. വീട്ടിൽ പോയി നോക്കുവാണെങ്കിൽ സ്വന്തമായ റേഷൻ കാർഡും 2-3-4 മക്കളും ഒക്കെ കാണും. നോക്കൂ അടുത്തത് 41. To be tried under Juvenile Justice Care and Protection Act 2000, the accused must be below the age of എത്രയാ? 18. Juvenile Justice Care and Protection Act 2000, below the age of 18. 18. കണ്ടല്ലോ ആൻസർ? കണ്ടു. Discharge from prosecution upon a verdict of a court that the person is not guilty is called acquittal. അക്വിറ്റൽ എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കുക എന്ന അർത്ഥം. എന്താണ് അർത്ഥം? കുറ്റവിമുക്തൻ. അതെ, കുറ്റവിമുക്തൻ. അക്വിറ്റൽ, കുറ്റവിമുക്തൻ. മനസ്സിലായോ? യെസ്, കുറ്റവിമുക്തൻ. ഇത് പറഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നർത്ഥമില്ല. അയാൾ കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആർക്ക് തെളിവില്ല? പ്രോസിക്യൂഷന് തെളിവില്ല എന്നേ പറയുന്നുള്ളൂ. കുറ്റവിമുക്തനാക്കുന്നു എന്നേ ഉള്ളൂ, കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നില്ല. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഓക്കെ സർ. യെസ്. അടുത്തത്. എ ഡയറക്ഷൻ ടു റിലീസ് എ പേഴ്സൺ ഓൺ ബെയിൽ issued even before a person is apprehended of arrest. Apprehend for arrest is known as dash. ഒരാളെ അറസ്റ്റിന് അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ കേസ് അയാൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കേസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ മുൻകൂർ ജാമ്യം എടുക്കും. അതിനെയാണ് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്. അതിനെന്തോ പറയും? ആന്റിസിപ്പേറ്ററി ബെയിൽ. ആന്റിസിപ്പേറ്ററി, മുൻകൂർ ജാമ്യം. സിമ്പിൾ ബെയിൽ, അങ്ങനെ ഒരു ബെയിൽ ഇല്ല കേട്ടോ, സിമ്പിൾ ബെയിൽ. മനസ്സിലായോ? ബെയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബെയിലിനകത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. സെൽഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കോടതി വിളിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ 25,000 രൂപ അടച്ചോളാം, അല്ലെങ്കിൽ 50,000 രൂപ അടച്ചോളാം, അല്ലെങ്കിൽ 1,00,000 രൂപ അടച്ചോളാം, അടച്ചില്ലെങ്കിൽ എൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ നീടാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം എഴുതി നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബെയിൽ ബോണ്ട്. ബെയിൽ ബോണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ രക്തബന്ധുക്കളുടെ, ഭൂമിയുള്ള രക്തബന്ധുക്കളുടെ 2 പേരുടെ എന്ത് ചെയ്യും? 2 പേരുടെ ഷുവർട്ടി വെക്കും, അവരെ കൊണ്ട് ബെയിൽ ബോണ്ടിൽ ഒപ്പിടിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ യവൻ കോടതി വന്നില്ലെങ്കിൽ ഞാൻ 25,000 രൂപ അടച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് തന്നോളാം എന്ന് പറയുന്നതിനാണ് ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്. ആപ്ലിക്കേഷൻ ഫോർ ആന്റിസിപ്പേറ്ററി ബെയിൽ മേ ബി ബെയ്ഡ് ബിഫോർ. അതിനകത്ത് ആകെ ഉള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഹൈക്കോർട്ടും സെഷൻസ് കോർട്ടുമാണ്. കൃത്യമായി മനസ്സിലാക്കുക, ഒഫൻസ് എന്താണെങ്കിലും ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ അധികാരം സെഷൻസ് കോർട്ടിനും ഹൈക്കോർട്ടിനും മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി തള്ളിയാൽ മാത്രമേ സുപ്രീം കോടതി പോകാൻ പറ്റൂ. ആൻറ്റിസിപ്പേറ്ററി ബെയിലും കൊണ്ട് നേരെ സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ ആ കേസ് എടുത്തിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇടയ്ക്ക് ഹൈക്കോടതി ഒന്നും കണ്ടില്ലേന്ന് ചോദിക്കും. മനസ്സിലായോ? ഹൈക്കോടതി ഇതുവരെ ദൈവം സഹായിച്ചിട്ട്
ഞങ്ങളൊക്കെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വെള്ളം കുടിച്ച് പോകുന്ന ഇതിനകത്താണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുവരെ ചോദിച്ചില്ല സെഷൻസ് കോടതി പോയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഹൈക്കോടതിക്കും സെഷൻസ് കോടതിക്കും ഒരേപോലെയുള്ള അധികാരത്തിന് എന്തോ പറയും അഞ്ജുഷ മോളെ? അഞ്ജുഷ മോള് മിണ്ടുന്നില്ലല്ലോ. എന്താ പറയാ അഖിലേ? മറന്നുപോയി സർ. മറന്നുപോയെന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. മറിച്ച് നോക്ക്, പെട്ടെന്നാട്ടെ. കണ്ടുപിടി. എഴുതിയിടണോ ഞാൻ എത്ര തവണ പറയുന്നതാണ്. കിട്ടിയോ? അവിടെ എഴുതി വെച്ചോ. കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ. എന്തുവാ? കൺകറന്റ് കിട്ടിണ്ടായിരുന്നു, മറ്റേ ജൂറിസ്ഡിക്ഷൻ കിട്ടിയില്ല. കൺകറന്റ് കിട്ടിണ്ടായിരുന്നു. അപ്പൊ ഈ ബുക്കിന്റെ സൈഡിൽ എവിടെങ്കിലും എഴുതി പോയി. ഹൈക്കോടതിക്ക് മലയാളത്തിൽ എഴുതിയോ ഇംഗ്ലീഷ് എഴുതിയോ എന്ത് വേണം എഴുതിയോ. മലയാളത്തിലും ഹൈക്കോടതിക്കും സെഷൻസ് കോടതിക്കും ഒരുപോലെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മുൻകൂർ ജാമ്യത്തുള്ള അധികാരത്തിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ. എന്ത് കറണ്ട്? കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ. മനസ്സിലായോ? ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ജൂറിസ്ഡിക്ഷൻ തുടങ്ങുന്നത് സെഷൻസ് കോടതിയിലാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനൊന്നും യാതൊരു അധികാരവും അതിനകത്തില്ല കേട്ടോ. The FIR can be quashed in the exercise of the inherent power by the High Court. FIR ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ. ഇൻഹറന്റ് പവർ ഓഫ് ദ ഹൈക്കോടതി. അതിനെ പറയുന്നത് 482 സെക്ഷൻ എഴുതിക്കോ. 482 ഇൻഹറന്റ് പവർ ഓഫ് ദ ഹൈക്കോർട്ട്. 482 482. അതൊന്നൂടെ പറ സാറ്. എന്താണ് ഇപ്പൊ പറഞ്ഞല്ലേ 482? ഇൻഹറന്റ് പവർ ഓഫ് ദ ഹൈക്കോർട്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. സെക്ഷൻ ഒന്ന് മറിച്ച് നോക്കട്ടെ കേട്ടോ. കേട്ടോ മക്കളെ? പഠിക്കുമ്പോൾ തെറ്റ് പഠിക്കാൻ പാടില്ലല്ലോ. സേവിങ് ഓഫ് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്. ഇവിടെ ഈ 482 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടേ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വക്കീലന്മാരുണ്ട് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഒരു FIR കോഷ് ചെയ്ത് കൊടുക്കുന്നതിനെ ലക്ഷങ്ങൾ വാങ്ങുന്നവരുണ്ട്. സേവിങ് ഓഫ് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട്. അതൊന്ന് കേട്ടോളൂ. നത്തിങ് ഇൻ ദിസ് കോഡ് ഷാൾ ഡീംഡ് ടു ലിമിറ്റ് ദ അഫക്ട് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് ടു മേക്ക് സച്ച് ഓർഡേഴ്സ് ആസ് മേ ബി നെസസറി ടു ഗീവ് എഫക്ട് ടു എനി ഓർഡർ അണ്ടർ ദിസ് കോഡ് ഓർ പ്രിവെന്റ് ദ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് എനി കോർട്ട് അതർവൈസ് സെക്യൂർ ദ എൻഡ്സ് ഓഫ് ജസ്റ്റിസ്. ഒരാളെ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി അയാളെ പിടിച്ചകത്തിട്ട് അയാളെ നിയമത്തിൻ്റെ പേരിൽ ദ്രോഹിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അധികാരമാണ് 482. മനസ്സിലായോ? അത് കള്ളക്കേസാണെന്നും ആ കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ ഒരു കഴമ്പുമില്ലെന്നും ആർക്ക് തോന്നിയാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ FIR റദ്ദ് ചെയ്ത് കളയും.
പിന്നെ അയാൾക്ക് കോടതി നടപടികൾ നേരിടേണ്ടി വരില്ല. മനസ്സിലായോ? ആ അതിനെയാണ് എന്ത് പറയുന്നത്? ക്വാഷിംഗ് ഓഫ് ക്വാഷിംഗ് ഓഫ് FIR അല്ലെങ്കിൽ ഇൻഹറന്റ് പവർ ഓഫ് ദ ഹൈക്കോർട്ട്. അടുത്തത് imprisonment for life in criminal law means dash. imprisonment for life in criminal law എന്ന് പറഞ്ഞാൽ എന്താണ്? അതർത്ഥമാക്കുന്നത് ലൈഫ് ഇംപ്രിസൺഡ് ടിൽ ഡെത്ത് ഓഫ് ദ കൺവിക്ട് എന്നാണ്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനസ്സിലായോ? യെസ്, പിടികിട്ടി? സർ. യെസ്. അപ്പോൾ അഖിലമോളൊന്ന് വായിച്ചേ. In which case the prosecution witness was prosecuted for perjury, Jessica Lal case 2007. In which case it was held that section 164 of CRPC is required to be strictly complied with. Babubhai Deshiya Parmar vs. State of Gujarat 2007. In which case the Supreme Court held that High Court cannot directly entertain bail application of Pota accused without its refusal by Special Court State of Gujarat vs. Salim Bhai Abdul Kafur Sheikh 2003. In which case it was held that a person has a right to protection under section 161 subclause 2 of CRPC against questions, the answers of which would have a tendency to criminal charge. Nandini Saptadi vs. PL Dhani 1978. In India, the reckoning date for the determination of the age of the juvenile is the date of offence. To be tried under Juvenile Justice Act 2000, the accused must be below the age of 18. Discharge from prosecution upon a verdict of court that a person is not guilty is called acquittal. A direction to release a person on bail issued even before a person is apprehended for arrest is known as anticipatory bail. Application for anticipatory bail may be made before High Court and Section Court. The FIR can be quashed in the exercise of inherent power by the High Court. Yes. Imprisonment for life in criminal law means life imprisonment till the death of convict. Yes. കഴിഞ്ഞു സർ. Any doubt? അവിടെ എഴുതി വെക്കണം ആ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ മുകളിൽ. ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ദ ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ. എന്തോ പറഞ്ഞേ? ഇന്ത്യൻ പീനൽ കോഡ് 1860 ഈസ് ദി ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ. എഴുതിയോ? സർ. യെസ്. വേറെ നോട്ട് ബുക്ക് എഴുതണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. പെൻസിലോ പേനയോ ഉപയോഗിച്ച് നിങ്ങൾ ഈ പഠിക്കുന്ന ഗൈഡിൽ തന്നെ എഴുതി വെക്കുക. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ. ആ ലോ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ലോർഡ് മെക്കാളെ. അത് തന്നെ, ലോർഡ് മെക്കാളെ പ്രഭു ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ 2020 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക, നാവറുക്കുക, കഴുത്തൊടിക്കുക, നട്ടല് ചവിട്ടി ഓടിക്കുക, കത്തിച്ച് കളയുക, എവരൊക്കെ ആയിരുന്നു IPC ഉണ്ടാക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറിയുമോ? ഇന്ത്യയിലെ ജാതി നിയമങ്ങളെയും ഇന്ത്യയിലെ മത നിയമങ്ങളെയും അംഗീകരിക്കാതെ whoever causes death by doing an act എന്ന് വ്യക്തിയായി കണ്ടിട്ടാണ് നിയമം ഉണ്ടാക്കിയത്. അല്ലാതെ വ്യക്തിയെ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ തരംതിരിച്ചുള്ള നിയമമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷം പേരും IPCയെ ഇഷ്ടപ്പെടുന്നവരല്ല.
കാരണം ഇന്ത്യയിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന നിയമമാണ് ഏതാണ്? IPC. മനസ്സിലായോ? എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് ലോ. ഏതാ മക്കളെ ഓൾഡസ്റ്റ് ലോ? IPC. അതുകൊണ്ടാണല്ലോ ദ ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദി ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ. IPC 3 ഉണ്ടല്ലേ? IPC വിളിക്കുന്ന പേരെന്താ? ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ദി ഫസ്റ്റ് കോഡിഫൈഡ് ലോ. അതിനകത്ത് വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഏത് വർഷമാണ് വന്നതെന്നും കൂടി എഴുതാം കേട്ടോ. TP ആക്ട്. ഒരു മിനിറ്റേ. ഇന്ത്യൻ പീനൽ കോഡ് 1860, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882, കമ്പനീസ് ആക്ട് 2013, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, അപ്പോൾ അതിലെ ഓൾഡസ്റ്റ് ആക്ട് ഏതാ? ഇന്ത്യൻ പീനൽ കോഡ്. ഇത് ഫസ്റ്റ് കോഡിഫൈഡ് ലോ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അടുത്ത ജനറൽ ലോ ഓഫ് ക്രൈം ഇൻ ഇന്ത്യ ഈസ് കണ്ടെയ്ൻ ഇൻ ഡാഷ്. കുറ്റകൃത്യങ്ങൾ പൊതുവായി പറയുന്ന ആക്ട് ഏതാണ്? ഏതാണ് മക്കളെ? IPC. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ക്രൈംസ്. ജനറൽ ലോ ഓഫ് ക്രൈംസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇന്ത്യൻ പീനൽ കോഡ് 1860. അത് 4 ഓപ്ഷനും പഠിക്കണം. 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. പക്ഷേ ലോ ഓഫ് ക്രൈംസ് 1947, അതിൻ്റെ വർഷം പഠിക്കണം. ലോ ഓഫ് ക്രൈംസ് 1947. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973, അത് വർഷം പഠിക്കാൻ വേണ്ടി കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. മനസ്സിലായോ? പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ? ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നാണ്. പിടിയോ? തേർഡ്, ദ ഡേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് യെസ് ഡാഷ്. ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് ദിവസമാണ്? ഏതാണ്? ഏത് ദിവസം മക്കളെ? നോക്കിയോ? ഓപ്ഷൻ സി. ഏതാ ഡേറ്റ്? ജൂലൈ 1. അല്ലേ? ജാനുവരി 1 ആണ്. അതെ, ജാനുവരി 1, 1872. അതുകൊണ്ടാണ് നിയമത്തിന് വേറെ ഒരു 1860 അല്ല, പ്രാബല്യത്തിൽ വരുന്നത് 1862. ജാനുവരി 1, 1862 അത് പ്രാബല്യത്തിൽ വരുന്നത് അല്ലേ? അതുകൊണ്ട് ആ നിയമത്തിന് ഒരു പേരിട്ട് വിളിക്കും. എന്താ? ജാനുവരി 1 എന്ത് ദിവസമാ മക്കളെ? ന്യൂ ഇയർ. ന്യൂ ഇയർ ലോ.
മനസ്സിലായോ? ആ സർ. യെസ്. ഏപ്രിൽ ഫുൾ ലോ എന്ന് പറയുന്ന ലോ ഏതാ? ഏപ്രിൽ ഫസ്റ്റില്. അയ്യോ, ഏപ്രിൽ ഫൂള് ഞാൻ പറയാം. പറ. CRPC അല്ലേ സാർ? നിങ്ങളെ ഞാൻ CRPC അല്ലേ സാർ? CRPC അല്ലേ? ശരിയാ. ഞാൻ അടുത്തങ്ങളുണ്ടെന്ന് ഞാൻ തല്ലിനെ എഴുതി പിടിച്ചു കേട്ടോ. യെസ്. അപ്പോ നമ്മള് ഞാൻ 2-3 തവണ പറഞ്ഞു കഴിയുമ്പോഴാ സാർ ഒരു തവണ കേട്ടതല്ലേ? ശരി, നന്നായിരിക്കട്ടെ. അടുത്തത്, ഹൂ ഡ്രാഫ്റ്റഡ് IPC? ആരാ IPC ഡ്രാഫ്റ്റ് ചെയ്തേ? ലോർഡ് മെക്കാളെ. ലോർഡ് മെക്കാളെ പ്രഭു. ഓക്കെ, മെക്കാളെ പ്രഭുവാണ് IPC ഡ്രാഫ്റ്റ് ചെയ്തത്. The Indian Penal Code drafted by Macaulay's committee was first time introduced in 1862 in dash. എവിടെയാ? In ബംഗാൾ. കാര്യം എന്തായിരുന്നു? ബംഗാളായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു ചരിത്രം അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ആൻസർ മറന്നുപോകില്ല. ഇന്ത്യൻ പീനൽ കോഡ് ഡ്രാഫ്റ്റഡ് ബൈ മക്കാളെ കമ്മിറ്റി വാസ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് 1862 ഇൻ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ബംഗാൾ എന്ന് പഠിച്ചാൽ മതി, വെസ്റ്റും ഈസ്റ്റും ഒന്നും അവിടെ ഇപ്പം നോക്കണ്ട. ഓക്കെ 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 സർ. ഇന്ത്യൻ പീനൽ കോഡ് ഈസ് നോട്ട് അപ്ലൈഡ് ഇൻ യെസ് ഡാഷ്. ഇന്ത്യൻ പീനൽ കോഡ് ഈസ് നോട്ട് അപ്ലൈഡ് ഇൻ ഡാഷ്. എവിടെയാണ്? യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഓഫ് ഗോവ, ജമ്മു ആൻഡ് കാശ്മീർ, നൺ ഓഫ് ദി അബോവ്. എവിടെയാ? ഏതാണ് ആൻസർ? നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ. അതിന്റെ കാര്യം എന്താ? 2019 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നു. അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഇപ്പൊ IPC ബാധകമാണ്. മനസ്സിലായോ? അതിനൊരു ക്ലോസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഒരു മിനിറ്റേ നോക്കൂ. IPC എവിടെയൊക്കെ ബാധകമാണ്, എവിടെയൊക്കെ ബാധകമല്ല എന്ന് IPCയുടെ ഓപ്പറേറ്റിംഗ് പോർഷൻ പറയുന്നു. എന്ത് പോർഷൻ മക്കളെ? ഓപ്പറേറ്റിംഗ് പോർഷൻ. എല്ലാ നിയമവും എഴുതിയാലും ശരി തന്നെ ആ നിയമത്തിന്റെ 1ാമത്തെ സെക്ഷൻ എന്ത് പറയും? 5 ഒരാൾ പുതിയതായ ഒരാൾ കാണുകയാണ്, അല്ലെങ്കിൽ 5 ഇതുവരെ കാണാത്ത ഒരാളെ കാണുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? എന്തായിരിക്കും 5? ആരാണെന്ന്. വാട്ട് ഈസ് യുവർ നെയിം അല്ലേ? പേരെന്താന്ന് ചോദിക്കും. അതുപോലെ എല്ലാ നിയമത്തിന്റെയും ആദ്യത്തെ സെക്ഷൻ പേരെന്താണെന്നാ പറയുന്നത്. ദ ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെന്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ കോഡ്. നിയമത്തിന്റെ പേരെന്താണെന്നാണ് 1ാമത്തെ സെക്ഷൻ പറയുന്നത്. 2ാമത്തെ സെക്ഷൻ എന്തോ പറയും? രണ്ടാമത്തെ സെക്ഷൻ ഇത് പറയുന്നത് എന്താണ്? ദിസ് ആക്ട് ഷാൽ കോൾഡ് ഇന്ത്യൻ പീനൽ കോഡ്. 1ാമത്തെ സെക്ഷൻ പറയുന്നു ദിസ് ആക്ട് ഷാൽ കോൾഡ് ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇറ്റ് എക്സ്റ്റെൻഡ് ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മുഴുവനും ഇത് ഉപയോഗിക്കും. പിന്നെന്താ പറഞ്ഞേ? എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഉപയോഗിക്കത്തില്ല എന്ന് അന്ന് എഴുതി ചേർത്തായിരുന്നു. മനസ്സിലായോ? പക്ഷേ 2019 ജമ്മു റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ജമ്മുവിലും ഉപയോഗിക്കും. അപ്പൊ പിന്നെ ഇന്ത്യയിൽ മൊത്തം ഉപയോഗിക്കും. മനസ്സിലായോ? മനസ്സിലായി സർ, മനസ്സിലായി. യെസ്.
അപ്പോൾ ആകെ ഉപയോഗിക്കാത്ത സ്ഥലം ഏതായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. മനസ്സിലായോ? ആ സർ. ഇപ്പം ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കും, അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഉപയോഗിക്കും. അതുകൊണ്ടാണ് അവിടെ ഡൗട്ട്. ഇന്ത്യൻ പീനൽ കോഡ് ഈസ് നൗ ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നൊരു സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ? യെസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട. ഇന്ത്യയുടെ ദേശീയ പതാക എവിടെയാണോ പാറുന്നത് അതിൻ്റെ താഴെയുള്ള എല്ലാ സംസ്ഥാനത്തും ഉപയോഗിക്കും. മനസ്സിലായോ? ആ സർ. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തൊരു കപ്പലിൻ്റെ മുകളിൽ ഇന്ത്യൻ ദേശീയ പതാകയാണ് പാറുന്നത്. ആ കപ്പലിൽ IPC ഉപയോഗിക്കാൻ പറ്റുമോ? സാർ ഒന്നുകൂടി ചോദിക്കോ? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തൊരു കപ്പലുണ്ട്, എന്ത് കപ്പലോ ആവട്ടെ, അതിൻ്റെ മുകളിൽ പാറുന്ന കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. ആ കപ്പലിൽ ഒരു കുറ്റം നടന്നാൽ IPC ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ദാറ്റ്സ് ആൻസർ. കാരണം ഏത് ദേശീയ പതാകയാണോ അതിൽ പാറുന്നത് ആ രാജ്യത്തിൻ്റെ നിയമമായിരിക്കും ആ കപ്പലിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്. മനസ്സിലായോ? ഒരു തർക്കവും ഒരു സംശയവും തോന്നരുത്. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. The penal code which was in force in the territory of Jammu and Kashmir until revocation of Article 370 of Indian Penal Code, Indian Constitution. അതേതാണ് ആൻസർ? അതിൻ്റെ രൺബീർ പീനൽ കോഡ് എന്ന് പറഞ്ഞ പീനൽ കോഡാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നിലവിലുള്ളത്. റൺബീർ പീനൽ കോഡ് കേട്ടോ. അപ്പോൾ 370 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിള് റിമൂവ് ചെയ്തതോടുകൂടി കാശ്മീരിൻ്റെ പ്രത്യേക പദവി നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും അവിടെ IPC ഉപയോഗിക്കാൻ തുടങ്ങി. IPC വരുന്നതിന് തൊട്ട് മുമ്പേ കാശ്മീരിൽ നിലനിന്ന് രൺബീർ പീനൽ കോഡാണ്. മനസ്സിലായോ? Yes. Question 8. The main object of Indian Penal Code is that dash. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് ഏതാണ്? To prevent lawlessness and punish the offender. നിയമവാഴ്ച കൊണ്ടുവരിക, കുറ്റക്കാരനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ്. മനസ്സിലായോ? അത് IPC നിലനിൽക്കുന്നത് കൊണ്ടാണ് പോലീസുകാർ സ്വമേധയാ കൊണ്ടുവന്ന് ബോഡിയൊക്കെ കത്തിച്ച് കളയുന്ന ചിലരുടെ. കോടതിയൊക്കെ ഇടപെട്ട് പോസ്റ്റ്മോർട്ടവും റീപോസ്റ്റ്മോർട്ടവും ഒക്കെ നടന്നാൽ ചിലരൊക്കെ പെടും. മനസ്സിലായോ? ടു പ്രിവെന്റ് ലോലെസ്നെസ്, നിയമമില്ലായ്മ തടയുക. ആൻഡ് പണിഷ് ദ ഒഫൻഡേഴ്സ്, കുറ്റക്കാരെ ശിക്ഷിക്കുക. ഓക്കെ. 9. Crime is a dash. It is a public wrong. Crime is a public wrong. Civil offense is a private wrong. സിവിൽ കേസ് എന്ത് കേസാണ്? പ്രൈവറ്റ് കേസാണ്. പ്രൈവറ്റ് റോങ് ആണ്. അതുകൊണ്ടാണ് സിവിൽ കേസിന് നമ്മൾ പോയി വക്കീലിനെ കണ്ടിട്ട് നമ്മൾ കേസ് കൊടുക്കേണ്ടി വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുവാണെങ്കിൽ അവർ പറയും, ഓ ഞങ്ങൾക്ക് അധികാരപരിധിയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ഒരു വക്കീലിനെ കണ്ടോളൂ എന്ന് പറയും. മനസ്സിലായോ? കാക്കി ടണ്ണന്മാർ വരുന്നത് ക്രിമിനൽ കേസും കറുത്ത കോട്ടിട്ട് വരെ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടിട്ട് കാര്യം നടത്തുന്നത് സിവിൽ കേസ്. പിടികിട്ടിയോ?
sir. യെസ്, അടുത്തത് കോളത്തിലുള്ളത് നോക്കൂ. ആക്ടസ് നോൺ ഫീസഡ് റിയം നിസി മെൻസിറ്റ് റിയ is a fundamental principle of criminal liability. Actus non facet reum nisi menset rea. കാണാതെ പഠിച്ചോണം. അതിൻ്റെ അർത്ഥം എന്താ? വിത്തൗട്ട് മെന്റൽ എലമെന്റ് there is no crime. വിത്തൗട്ട് മെന്റൽ എലമെന്റ് there is no crime. Actus non facet reum nisi menset rea means an act itself is not a crime unless it is done with a guilty mind. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വിത്തൗട്ട് മെന്റൽ എലമെന്റ് there is no crime. മനസ്സിലായോ? Sir. എന്താ പറഞ്ഞേ? ആക്ടസ് നോൺ ഫേസഡ് റിയം നിസി മെൻസഡ് റിയ ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ലൈബിലിറ്റി. കുറ്റം ചെയ്തു എങ്കിലും അതിൻ്റെ മെൻ്റൽ കണ്ടീഷൻ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും? അവൻ കുറ്റക്കാരനല്ല എന്ന് പറയും. നമ്മൾ നോക്കുമ്പം കുറ്റമാണ്, പക്ഷേ അയാൾ കുറ്റം ചെയ്യുന്നതിന് വേണ്ടി മാനസികമായി തയ്യാറെടുക്കാതെ ചെയ്തതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്രൈം. മനസ്സിലായോ? സർ, മനസ്സിലായി. ഒരു ക്രൈമിന് 4 സ്റ്റേജ് ഉണ്ട്. ഏതാ അഞ്ജുഷ മോളെ 4 സ്റ്റേജ്? ഒന്ന് ഇന്റൻഷൻ, 2 പ്രിപ്പറേഷൻ, ഓർമ്മ വരുന്നുണ്ടല്ലേ, 3 അറ്റംപ്റ്റ്, 4 കമ്മീഷൻ. അതിൽ ഇന്റൻഷനും പ്രിപ്പറേഷനും ഉണ്ടോ എന്ന് നോക്കും. ഇന്റൻഷനും പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രിമിനൽ ലൈബിലിറ്റി. ഇന്റൻഷൻ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ, പ്രിപ്പറേഷൻ ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഇറ്റ് കംസ് ടു ക്രിമിനൽ ലൈബിലിറ്റി. മനസ്സിലായോ? അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തും, കോടതിയും വിലയിരുത്തും. If there is an intention to do crime, if there is an preparation to do crime, അതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വിലയിരുത്തും, സാക്ഷിമൊഴികളിൽ നിന്നൊക്കെ വിലയിരുത്തും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? The principle of actus non facet reum nisi mensetia has its origin in Dutch law. ഏത് ലോയിൽ നിന്നാണ് കിട്ടിയേക്കുന്നേ? കോമൺ ലോ കോർട്ട് ഓഫ് ഇംഗ്ലണ്ട്. എവിടെന്നാ കിട്ടിയേക്കുന്നേ? കോമൺ ലോ കോർട്ട് ഓഫ് ഇംഗ്ലണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരിച്ചില്ലായിരുന്നെങ്കിൽ IPC എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാവത്തില്ലായിരുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? കോമൺ ലോ കോർട്ട് ഓഫ് ഇംഗ്ലണ്ട്. എന്ത് കോർട്ട്? കോമൺ ലോ കോർട്ട് ഓഫ് ഇംഗ്ലണ്ട്. യെസ്. അപ്പോ അഖില മോളൊന്ന് വായിച്ചേ കേക്കട്ടെ. Which among the following is the oldest statute? Indian Penal Code. The general law of crime in India is contained in Indian Penal Code 1860. The date of enforcement of Indian Penal Code 1860, January 1st, 1862. Who drafted IPC? Lord Macaulay. The Indian Penal Code drafted by Macaulay's committee was first time introduced in 1862 in Bengal. Indian Penal Code is not applicable in none of the above. Indian Penal Code is now applicable to all states in India. The Indian Penal Code, which was in force in the territory of Jammu and Kashmir until the revocation of Article 370 of Indian Constitution, Ranbir Penal Code. The main object of Indian Penal Code is that to prevent lawlessness and punish crime is a public wrong. Actus non facit reum nisi mensit rea is a fundamental principle of criminal liability.
Actus non facitrium nisi mens citria means an act itself is not a crime unless it is done with a guilty mind. The principle of actus non facitrium nisi mens citria has its origin in common law courts of England. യെസ് അഞ്ജുഷ മോള് വായിച്ചേ. Indian Penal Code 1861. Which among the following is the oldest statute? Indian Penal Code 1862. The general law of India in 1883. The date of enforcement of Indian Penal Code 1860 is January 1st, 1862. 4. Who drafted IPC? Lord Macaulay. 5. Indian Penal Code drafted by Macaulay's committee was first time introduced in 1862 in Bengal. 6. Indian Penal Code is not law. Indian Penal Code is now applicable to all states in India. യെസ് 7. Until the revocation of Article Constitution and be recalled. 8. The main object of Indian penal lawlessness and punish offenders. 9. Crime is a public wrong. Actus non facitrium nisi mens rea is a fundamental principle of criminal liability. Actus non facitrium nisi mens rea means an act itself is not a crime unless it is a guilty. The actus reum nisi mens court in England. യെസ് നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്താലോ?